Welcome to Bindu's Dreams. ഹായ് ബിന്ദുസ് ഡ്രീംസിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് ഷോർട്ട് വീഡിയോ ഇല്ല, ലോങ് വീഡിയോ ഇല്ല. എല്ലാവരും അന്വേഷിച്ച് തുടങ്ങി. ഇൻസ്റ്റാഗ്രാമിലും പേഴ്സണൽ മെസ്സേജായിട്ട് എവിടെയാന്നൊക്കെ പറഞ്ഞു കുറേ പേര് അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാമെന്ന് വെച്ചത്. നമ്മുടെ ചാച്ചന് സുഖമില്ലാന്ന് ഞാൻ പറഞ്ഞല്ലോ. ചാച്ചനെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചാച്ചന് സുഖമില്ലാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചാച്ചന് തീർക്കും വയ്യാണ്ടായിട്ടോ. അതുകൊണ്ട് ഭയങ്കര വിഷമമായിരുന്നു. ചാച്ചനാണെങ്കിൽ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ വിളിച്ചാൽ എപ്പോഴും ഒന്നും പ്രതികരിക്കണില്ല. അങ്ങനെയുള്ളൊരു സ്റ്റേജൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ അവിടെ ആയിരുന്നു കേട്ടോ. അവിടെയെന്ന് വെച്ചാൽ ഇന്നലെ ഒരു ഫ്യൂണറലിൽ ചടങ്ങുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഏറ്റവും ഇളയ പെങ്ങളുടെ ഫാദറിൻലോ മരിച്ചുപോയി. അതിനും ഏജ് ആയിരുന്നു. അപ്പം അത് മരിച്ചുപോയി. അപ്പം അതിൻ്റെ ഫ്യൂണറലിന് പോയി. അപ്പം ചാച്ചൻ്റെ അടുത്ത് കയറിയിട്ടാണ് നമ്മൾ പോയത്. അന്നേരം ചാച്ചൻ ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഇരുന്നുകൊണ്ടും ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളൊരു വൈകിട്ട് ഒരു 4-5 മണിയോടുകൂടിയൊക്കെ വന്നപ്പോഴത്തേക്കും ചാച്ചന് തീരെ വയ്യാണ്ടായി. ചാച്ചൻ നിവർന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ചാച്ചനൊന്ന് വീണപ്പം ചാച്ചൻ്റെ ഇവിടെ നെറ്റി ഒന്ന് മുട്ടി. ജസ്റ്റ് സ്കിന്ന് പോയതേ ഉള്ളൂ. അപ്പം നമ്മൾ കരിമണ്ണൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അതൊക്കെ ഡ്രസ്സ് ചെയ്തു. പിന്നെ ചാച്ചൻ 2 ദിവസമായിട്ട് ഉറക്കമൊന്നുമില്ലായിരുന്നു. ഇങ്ങനെ ഉറങ്ങാതെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അപ്പം അതുകൊണ്ട് നമ്മൾ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ അതൊക്കെ പറഞ്ഞു. അപ്പം ഞങ്ങളോർത്ത് സോഡിയം കുറഞ്ഞതായിരിക്കും എന്ന് ഓർത്ത്. സോഡിയം പൊട്ടാസ്യം ഒക്കെ കുറഞ്ഞാൽ ഇങ്ങനെ വരുമല്ലോ. അപ്പം കരിമണ്ണൂർ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പം അവിടെ സെൻറ്റ് മേരീസ് ഹോസ്പിറ്റലിലുണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്ന് അതെല്ലാം ചെക്ക് ചെയ്തിട്ട് മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ ഒബ്സർവേഷനിൽ കിടത്തി 1-1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ റിസൾട്ട് വന്നപ്പം ചാച്ചനെല്ലാം ഓക്കെയാണ്. പ്ലേറ്റ്ലെറ്റിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അത് ഫുഡ് കഴിക്കുന്നത് ഈയിടെയായിട്ട് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് പ്ലേറ്റ്ലെറ്റിൻ്റെ ഒരു കുറവ് വന്നു. അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ട്രിപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒന്നാമത്തെ കാര്യം ചാച്ചന് ഞരമ്പ് കിട്ടത്തില്ല. വെയിൻ വളരെ തിന്നാണ്. അതുകൊണ്ട് വെയിൻ കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ സൂചിയെല്ലാം കൂടെ കുത്തി നല്ല വേദനയാണ്. എനിക്ക് ഭയങ്കര പേടിയായി സംഭവം ട്രിപ്പ് ഇടുന്നത്. അപ്പം ചാച്ചൻ അങ്ങനെ പലയിടത്ത് കുത്തി അവസാനം കാലിലൊക്കെ കുത്തി നോക്കി. ചാച്ചനാണെങ്കിൽ മടുത്തുപോയി. ചാച്ചന് വേദന എടുത്തിട്ട് രക്ഷയില്ല. അവസാനം ചാച്ചൻ്റെ ഒരു ഞരമ്പ് കിട്ടി. അങ്ങനെ ട്രിപ്പ് ഇട്ട് 2 കുപ്പി നമ്മൾ ബോട്ടിൽ ട്രിപ്പ് ഇട്ട് കയറ്റി. പിന്നെ കുറച്ച് ആൻറ്റിബയോട്ടിക് അതെല്ലാം തന്നു. അപ്പം അത് കൊടുത്തിട്ടാണോ ഇനി ചാച്ചനെ ഇന്നലെ വൈകിട്ട് ഇങ്ങനെ ഉറങ്ങിപ്പോയെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. പ്രായത്തിൻ്റെ ഒരാഴ്ചയോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂൺ 5-ാം തീയതി ചാച്ചൻ്റെ ബർത്ത്ഡേ ആണ്. 99 ഇയേഴ്സ് ഓൾഡ് ചൈൽഡ് ആവുകയാണ് ചാച്ചൻ. അപ്പോൾ പ്രായത്തിൻ്റെ ആ ഒരു അവശതയിലേക്കൊക്കെ കടന്നിട്ടുണ്ട്. അങ്ങനെ ഇന്നലെ ആണെങ്കിൽ മുഖത്തൊക്കെ ചെറുതായിട്ട് നീരൊക്കെ വയ്ക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളപ്പം ഫ്യൂണറലൊക്കെ കഴിഞ്ഞ് വന്ന് ചാച്ചനെ കയറി കണ്ട് അച്ഛനെയൊക്കെ കൊണ്ടുവന്ന് ചാച്ചൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പള്ളിയിൽ നിന്ന് അച്ഛനൊക്കെ വന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് കുളിച്ചു. വലിയ കാര്യമായിട്ട് ഫുഡൊന്നും കഴിക്കാനൊന്നും പോയില്ല. ജസ്റ്റ് ഒന്ന് കുളിച്ചു. അതിനുശേഷം നേരെ തറവാട്ടിലേക്ക് പോയി. ആൻസും ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ പിന്നെ അവളെ ബാസ്കൊക്കെ ഉണ്ട്. തൊട്ടടുത്ത് വീടൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ പുല്ല് ഒക്കെ അടുത്ത വീട്ടിലെ ചേട്ടൻ ആടിന് പുല്ലൊക്കെ കൊടുത്തോളും. അതുകൊണ്ട് അതും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഇന്നലെ തറവാട്ടിലായിരുന്നു. അവിടെ പോയി ഇരുന്നു. അപ്പം മക്കളെ എല്ലാവരും തന്നെ മിക്കവരും തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ചാച്ചൻ്റെ മക്കള്, ചേട്ടൻ്റെ സിബ്ലിങ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പിന്നെ അവിടെ നിൽക്കാനായിട്ട് ഞങ്ങളും പിന്നെ തറവാട്ടിലുള്ള ചേട്ടൻ്റെ അനിയനും അനിയത്തിയും 2 പിള്ളേരുമാണ്. അപ്പോൾ അതിൽ ഒരു കൊച്ച എറണാകുളത്ത്. അപ്പോൾ അവനും വന്നിട്ടുണ്ടായിരുന്നു.
അങ്ങനെ ഞങ്ങളവിടെ നിന്നു. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ചേട്ടനും ചേച്ചിയുണ്ട്. ചേച്ചി എല്ലാ കാര്യത്തിനും ഓടിപ്പാഞ്ഞു വരും കേട്ടോ. ചാച്ചൻ്റെ എല്ലാ കാര്യത്തിനും ചേച്ചി ഓടിപ്പാഞ്ഞു വരും. ഇപ്പം തറവാട്ടിൽ നിൽക്കുന്ന അനിയത്തിയാണെങ്കിൽ രാത്രി ഉറക്കമില്ലാതെ ചാച്ചനെ നോക്കണുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ നിന്നുകൊണ്ട് അനിയത്തി 2 മണി വരെയോളം നമ്മുടെ അടുത്തിരുന്ന് വർത്താനം പറഞ്ഞിട്ട് പിന്നെ പോയി കിടന്നു. അപ്പം അനിയത്തിയുടെ വീട്ടിൽ നിന്നും അമ്മയും ആങ്ങളെയും വൈഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവരും ഇന്നലെ ഉണ്ടായിരുന്നു. വെളുപ്പിനാണ് പോയത്. അപ്പം പിന്നെ അവർ ഉറങ്ങട്ടെ എന്ന് ഓർത്ത് പിന്നെ ഞാനും ചേട്ടനോട് ഇരുന്നു. അങ്ങനെ ഞാൻ ജസ്റ്റ് ഇടയ്ക്കൊന്ന് മയങ്ങിപ്പോയിട്ടോ. അവിടെ പോയി കിടന്നോളാൻ പറഞ്ഞെങ്കിലും ചേട്ടനാണെങ്കിൽ BP കൂടുന്ന. അപ്പം ചേട്ടൻ ഇച്ചിരി ഉറങ്ങട്ടെ എന്ന് ഓർത്തു. ചേട്ടൻ കിടന്നുറങ്ങാനൊന്നും പോയില്ല. കുറച്ച് നേരം കയറി വരുന്നിടത്ത് ഒരു അരഭിത്തി ഉണ്ടല്ലോ, തിണ്ണയിലുള്ള ഒരു ഭിത്തിയുണ്ട്. അവിടെ ചേട്ടൻ കുറേ നേരം കിടന്നു തൂണിൻ്റെ അവിടെ ആയിട്ട്. പക്ഷെ ഉറങ്ങിയില്ലെന്നാണ് പറഞ്ഞത്. ഞാനൊരു ചേട്ടൻ ഉറങ്ങി കാണില്ല. അതിനുശേഷം പിന്നെ ചാച്ചൻ്റെ അടുത്തുനിന്ന് ചെയറിലിരുന്നിട്ട് സ്റ്റൂളിലേക്ക് കാലം കയറ്റി വെച്ച് ചേട്ടൻ കുറേ നേരം ഇരുന്നു. ഞാൻ കസേര തന്നെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം നിലത്ത് ഇറങ്ങിയിരുന്നു. കസേരയിലിരുന്ന് ഇങ്ങനെ ഉറങ്ങി താഴെ വീണാലോ എന്ന് ഓർത്തിട്ട് പിന്നെ ചേട്ടനിരുന്ന് ആൻസൂട്ടൻ അവിടെ കയറി കിടന്ന് ഉറങ്ങി. ആൻസിനെ അവിടെ പുതപ്പിച്ച് കിടത്തി. അപ്പം ഞങ്ങൾ ചാച്ചനെ കൊണ്ട് ഹോസ്പിറ്റലിൽ ഞാനും തൊട്ടടുത്തൊരു ചേട്ടനുണ്ട്. ആ ചേച്ചി ചേട്ടനും കൂടെ പോയി. ആൻസ സമയത്ത് തറവാട്ടിലുള്ള അനിയത്തിയുടെ ആങ്ങളുടെ കൊച്ചുണ്ടായിരുന്നു. അപ്പം അതിനെ കൊണ്ടുവിടാനായിട്ട് പോയപ്പം ആൻസ ആ കൂടെ വടാട്ടുപാറയ്ക്ക് കയറിപ്പോയി. അവനങ്ങനെ കറങ്ങി ചുറ്റിയെല്ലാം പോയി വന്നു. അപ്പം ആ സമയത്ത് നമ്മൾ ചാച്ചനോട് ഹോസ്പിറ്റലിലൊക്കെ പോയി. അപ്പോൾ ചാച്ചൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേജിൽ നിൽക്കുവാണ്. ഒരു കുറച്ച് ബണ്ണിൻ്റെ ഒരു വലിയൊരു ബണ്ണുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പകുതിയൊക്കെ ആയിട്ട് കഴിക്കുന്നുണ്ട്. ഇച്ചിരി കട്ടൻ ചായയൊക്കെ കുടിക്കുന്നുണ്ട്. സ്പൂണിൽ കോരി കോരിയാണ് കൊടുക്കുന്നത്. രാത്രിയാണേലും ഇന്നലെ രാത്രി പലതവണ ചാച്ചൻ എഴുന്നേറ്റിട്ട് വെള്ളം ക്ലിയർ ആയിട്ടൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. അപ്പം പറയുമ്പോഴത്തേക്കും നമ്മൾ ഇച്ചിരി വെള്ളം ഒരു സ്പൂണിലൊക്കെ ഒഴിച്ചു കൊടുക്കും. എനിക്കാണെങ്കിൽ അങ്ങനെ ഒഴിക്കാനും അറിയത്തില്ല. അപ്പം ചേട്ടനാണ് അല്ലെങ്കിൽ അനിയത്തി ഒഴിക്കും, ചേട്ടൻ താങ്ങി പിടിക്കും. അങ്ങനെയൊക്കെയാണ് ഇപ്പം ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. സത്യത്തിൽ ഞങ്ങൾ ഇന്നലെ ശരിക്കും പേടിച്ചു പോയിട്ടോ ചാച്ചൻ്റെ കിടപ്പൊക്കെ കണ്ടപ്പോഴത്തേക്കുവേ. കഴിഞ്ഞ ആഴ്ച വരെ നല്ല സൂപ്പറായിട്ടിരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇന്നലെ ഉച്ചയ്ക്കാണേലും ഞങ്ങൾ ഫ്യൂണറലിന് പോണതിന് മുമ്പ് ചാച്ചൻ്റെ അടുത്ത് നിന്നപ്പോൾ ജാക്സാന്നും പറഞ്ഞ് വിളിച്ചത് വന്നേ. പിന്നെ ഞാൻ ചെവിയിൽ ഉറക്കെ ചാച്ചാന്ന് വിളിക്കുമ്പോഴത്തേക്ക് എന്താ മോളേന്ന് ചോദിക്കുന്നുണ്ട് വ്യക്തമായിട്ടല്ലെങ്കിലും. ഉള്ളിൽ നല്ല ബോധമുണ്ട് ചാച്ചന്. പുറമേക്ക് മിണ്ടാൻ അങ്ങനെ പറ്റുന്നില്ലെന്നുള്ളൂ. ഇത്ര ഏജ് ആയില്ല, അതിൻ്റെയാണ്. അപ്പം അതിൻ്റെ വിഷമമായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഉറങ്ങിയിട്ടുണ്ടായില്ല. ഞങ്ങളാണെങ്കിൽ 5:30 ആയപ്പോഴാണ് എന്നിട്ട് തറവാട്ടിൽ നിന്ന് പോരുന്നത്. അവരെഴുന്നേറ്റ് എന്തെങ്കിലും ചായയൊക്കെ രാവിലെ അനിയത്തി എഴുന്നേറ്റ് ചായയൊക്കെ ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ 5:30 ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നു. കട്ടിൽ കണ്ട വഴി ഞാൻ കയറി കിടന്നു. വേറെ ഒന്നും ചെയ്യാൻ പോയില്ല. വന്നു, നമ്മുടെ പ്രാണി എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നു. പ്രാണിക്ക് തീറ്റ വെച്ച് കൊടുത്തു. അതിനുശേഷം ഞാൻ കയറി ഒറ്റ ഉറക്കം. ചേട്ടനും കിടന്നു. ചേട്ടൻ 6:15 ആയപ്പോൾ എഴുന്നേറ്റു. 5:30 ആയപ്പം ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നു. ഒരു നമുക്കിവിടെ തൊട്ടടുത്ത് 5 മിനിറ്റിൻ്റെ യാത്രയേ ഉള്ളൂ കാറിലാണെങ്കിൽ. ഞാൻ കട്ടിൽ കണ്ട വഴി കയറി കിടന്ന വഴി ഞാൻ ഉറങ്ങിപ്പോയി. കാരണം ഞാൻ ഉറങ്ങിയിട്ടുണ്ടായില്ല. രാത്രിയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉറങ്ങിയങ്ങാണ്ട് പോയേ ഉള്ളൂ. അന്നേരം എന്നോട് അവിടെ വന്ന് കിടക്കാൻ പറഞ്ഞ ഓർമ്മ പോലും ഇല്ല എന്തോ സംഭവം പോലും. എന്നിട്ട് പിന്നെ കിടന്നിട്ട് ഞാൻ എഴുന്നേക്കണത് ഇന്ന് 9:57 ആയപ്പോഴാണേ. ചേട്ടൻ എഴുന്നേറ്റ് 6:15. ചേട്ടൻ 1 മണിക്കൂർ പോലും ഉറങ്ങിയിട്ടില്ല. ചേട്ടൻ എഴുന്നേറ്റ് പിന്നെ ആടിനെ കറന്നു. പാല് കൊടുക്കുന്നുണ്ടല്ലോ, ആടിനെ കറന്നു. ആടിന് പുല്ലിട്ട് കൊടുത്തു, പുല്ല് വെട്ടിക്കൊണ്ട് വന്നു, കോഴിക്ക് തീറ്റ കൊടുത്തു. ഞാൻ ആ സമയത്ത് ചോറ് ഇന്നലെ തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തത് ഒന്നോടെ എടുത്തൊന്ന് ചൂടാക്കി ട്ട് നമ്മൾ ചോറ് വാർത്തിട്ടു. ഇച്ചിരി ചക്ക ഉണ്ടായിരുന്നു, എടുത്ത് പുഴുങ്ങി. ഒരിച്ചിരി മീൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് മീൻകാരൻ വന്ന് വിളിച്ചതൊന്നും ഞാൻ അറിഞ്ഞില്ല. ആ ചേട്ടൻ വന്നെന്ന് ചേട്ടൻ പറഞ്ഞപ്പോഴാണ്. ചേട്ടൻ പുറകിലായിരുന്നു. ആ ചേട്ടൻ വന്നത് ചേട്ടൻ കണ്ടില്ല എന്ന് പറഞ്ഞു. സൗണ്ട് കേട്ടു, ചേട്ടൻ പണിയായതുകൊണ്ട്. ചേട്ടൻ ഇപ്പം
തൊടുപുഴയ്ക്ക് പോയേക്കാണ് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ സമയത്ത് ഒരു കപ്പളങ്ങ എടുത്തിട്ട് 2 കപ്പളങ്ങ കൊണ്ടുവന്നിട്ട് അരിഞ്ഞിട്ട് പകുതി ഫ്രിഡ്ജിൽ കെട്ടി വെച്ചു, പകുതി എടുത്തിട്ട് ഒലത്തി. കറിക്കൊന്നുമില്ലായിരുന്നു, പച്ചക്കറി ഇല്ലായിരുന്നു. പിന്നെ ഒരു ഇച്ചിരി ചീര, വേലിച്ചീര, പച്ച കളർ ചീരയില്ലേ, അതൊരിച്ചിരി ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞാനിപ്പോൾ അടപ്പത്ത് വെച്ചു. ആ മീനും എടുത്ത് കറിയും വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ഉണ്ടായിരുന്ന ചേട്ടൻ റോസ്റ്റ് ചെയ്ത് തന്നു. ഇങ്ങനെ പാനിൽ വെച്ചിട്ട് അപ്പുറം ഇപ്പുറമായിട്ട് റോസ്റ്റ് ചെയ്യില്ലേ, അങ്ങനെ ചേട്ടൻ റോസ്റ്റ് ചെയ്ത് തന്നു. അതാണ് കഴിച്ചത്. പിന്നെ ചേട്ടൻ തന്നെ ചായ ഇട്ട് തന്നു. ഞാനൊരു 4-4.5 മണിക്കൂർ ഉറങ്ങി. അതൊക്കെ മതി നമുക്ക്. ഒരു ഉറക്കമൊന്നും നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല എനർജറ്റിക് ആകും. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം അതും കഴിച്ചിട്ട് ഇപ്പം അമ്മച്ചി ചക്കപ്പുഴുക്കുണ്ടാക്കി കഴിഞ്ഞാൽ അമ്മച്ചി എടുത്ത് കഴിച്ചു. പിന്നെ ഞാൻ മീൻകറി ഇപ്പം ആക്കി വെച്ചതേ ഉള്ളൂ. ഇനി ചേട്ടൻ പോയിട്ട് വരണം എന്തെങ്കിലും കഴിക്കാനായിട്ട്. ചേട്ടനും വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല, ഇത്രയും പണിയെടുക്കുന്നതല്ലേ, അതുകൊണ്ട് ഒറ്റയ്ക്കിരുന്ന് കഴിക്കുന്നില്ല. ചേട്ടനും കൂടെ വരട്ടെ എന്ന് ഓർത്തു. അപ്പോഴേ ഞാൻ ഓർത്ത്, ഞാൻ 2 ദിവസമായിട്ട് വീഡിയോ ഇട്ടിട്ട് വീഡിയോയുടെ കാര്യമോ ഒന്നും. അവിടെ ചാച്ചൻ്റെ അടുത്ത് ഇരിക്കുമ്പോഴാണെങ്കിൽ പോലും ഇങ്ങനെ സമയം പോകുന്നില്ല. ആ മടാട്ടുപാറയിൽ നിന്നാണെങ്കിൽ അവിടെ നിന്ന് ഒരു അമ്മച്ചി വന്നിട്ടുണ്ടായിരുന്നു, അനിയത്തിയുടെ അമ്മച്ചിയാണ്. ആ അമ്മച്ചിക്ക് വീട് മാറി കിടന്നിട്ടാണെങ്കിൽ ഉറക്കവും വരുന്നില്ല. അമ്മച്ചി ഓടി ഓടി വരും, പാവം. ഞാനൊരു ദൈവമേന് അസുഖമൊക്കെ ഉള്ളൊരു അമ്മച്ചിയാണേ, ഓടി ഓടി വരും. എന്നിട്ട് ചാച്ചനെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കും വന്നിട്ട്. അങ്ങനെ ആളെഴുന്നേറ്റ് വരുന്നുണ്ടായിരുന്നു. നമുക്ക് സംസാരിക്കാനൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ക്ഷീണം തോന്നും. മൊബൈൽ എടുത്തിട്ടാണെങ്കിലും അങ്ങനെ ഞാൻ നോക്കിയൊന്നുമില്ല. വാട്സപ്പിൽ മെസ്സേജ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പും അല്ലെങ്കിൽ ഇൻസ്റ്റയിലെ മെസ്സേജ് ഒന്നും വരുന്ന ഞാൻ നോക്കാറില്ലേ. ചിലപ്പോൾ ഇതൊക്കെ വന്നിങ്ങനെ ഒത്തിരി ആയിട്ട് കിടക്കുക. അപ്പോൾ ഇന്നലെ വെറുതെ ഇരുന്നപ്പം അതൊക്കെ നോക്കി. അങ്ങനെ ഉറങ്ങിപ്പോയ ചാച്ചൻ്റെ മുഖത്ത് നീരൊക്കെ കണ്ടപ്പോഴത്തേക്കും അങ്ങ് പേടിച്ചു പോയി. പക്ഷേ ഇന്ന് രാവിലെ ഇപ്പോൾ ചാച്ചന് ഒരു ബണ്ണിൻ്റെ പകുതി ഇച്ചിരി ചായയൊക്കെ കുടിച്ചു. ചാച്ചൻ ഒച്ചയിലൊക്കെ സംസാരിക്കുന്ന കേട്ടു. പിന്നെ എഴുന്നേറ്റ് കണ്ണങ്ങ് അടഞ്ഞു പോവുകയാണേ. കണ്ണങ്ങോട്ട് തുറക്കാൻ അങ്ങനെ പറ്റുന്നില്ല. പക്ഷെ ആളെയൊക്കെ തിരിച്ചറിയുന്നുണ്ട്, ഉള്ളിലൊക്കെ നല്ല ബോധമുണ്ട്. അപ്പം അതുകൊണ്ടൊരു സന്തോഷമുണ്ട് നമുക്ക് കേട്ടോ. അങ്ങനെ ബോധം മറിഞ്ഞ ഒരവസ്ഥയിലൊന്നും ചാച്ചനെ ഒന്നും നമുക്ക് അങ്ങനെ ചിന്തിക്കാനേ പറ്റൂല. കാരണം എന്ത് സ്നേഹമാണെന്നറിയാവോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനേക്കാളും എനിക്ക് ഇച്ചിരിയോടെ ഇഷ്ടമാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ചേട്ടനോട് പോലും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അനിയത്തിക്കും ഭയങ്കര വിഷമമായിരുന്നു കേട്ടോ, നേര് പറയാലോ. അനിയത്തിയുടെ കണ്ണൊക്കെ പലതവണ നിറയണം കണ്ട. വെച്ചാൽ അവരാ തറവാട്ടിൽ നിന്ന് നോക്കുന്നതേ. ചാച്ചനാണെങ്കിൽ എപ്പോഴും കൊച്ചേ കൊച്ചേന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും മൂടിപ്പാഞ്ഞൊക്കെ വരും. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ആകെപ്പാടെ ഒരു വിഷമമായിരുന്നു. ചാച്ചൻ്റെ മക്കൾക്കാണെങ്കിലും ചേട്ടനെ അച്ഛനെ വിളിച്ചത് ചാച്ചന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. അതായത് ചേട്ടന് സങ്കടം വന്നെന്ന് എന്നോട് പിന്നെ പറഞ്ഞു. അച്ഛനോട് കാര്യം പറഞ്ഞപ്പം ചേട്ടന് സങ്കടം വന്നെന്ന് പറഞ്ഞു. നമ്മുടെ പള്ളിയിൽ അച്ഛൻ എവിടെ പോയേക്കുമായിരുന്നു. അപ്പം നമ്മുടെ ഫൊറോന കരിമണ്ണൂരാണ്, നെശ്ശേരി പള്ളിയുടെ ഫൊറോന പള്ളി കരിമണ്ണൂരാണ്. അപ്പോൾ കരിമണ്ണൂരത്തെ നമ്മുടെ വികാരി അച്ഛനെ വിളിച്ചപ്പം പറഞ്ഞു അച്ഛൻ പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അച്ഛൻ നെശ്ശേരി പള്ളി അച്ഛനെ വിളിച്ചപ്പം ആ പള്ളിയിൽ അച്ഛൻ ഒരു 10 മിനിറ്റിനുള്ളിൽ എത്തും, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. വേഗം തന്നെ അച്ഛൻ വന്ന് പ്രാർത്ഥിച്ച് കുർബാനയൊക്കെ കൊടുത്ത് രോഗി ലേപനമൊക്കെ തൈലമൊക്കെ പുരട്ടി കുരിശൊക്കെ ഇട്ട് അന്നത്തെ അത് കൊടുത്തപ്പോഴത്തേക്കും ചാച്ചന് ഇച്ചിരി ഒന്ന് ഓക്കെ ആയിട്ടോ. അതിൽ നല്ലൊരു ശക്തിയുണ്ട്. ചാച്ചൻ കുറച്ച് ഓക്കെ ആയി. ചാച്ചന് വേറെ അസുഖങ്ങളൊന്നുമില്ല, അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. നോർമലാണ്, എല്ലാം നോർമൽ. പൾസ് റേറ്റ് ഇച്ചിരി കൂടിയായിരുന്നു. അപ്പം അല്ലാതെ വേറെ ഷുഗറോ പ്രഷറോ BP-യോ ഒരു കാര്യവും ചാച്ചനില്ല ഇത്രയും ഏജായിട്ടും. ചാച്ചൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ചെരുപ്പിടത്തില്ല കേട്ടോ. ചാച്ചൻ ജനിച്ചേ പിന്നെ ഇന്ന് വരെ ചെരുപ്പിട്ടിട്ടില്ല, ചെരുപ്പിടാതെ നടക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം അവിടെ വെച്ചൊരു ചേട്ടൻ പറഞ്ഞു, ചേട്ടൻ ചെരുപ്പിടാൻ എന്നെ അറിയാവുന്ന ഞങ്ങളുടെ നാട്ടിൽ നിന്നൊരു ചേച്ചിയെ കെട്ടിയൊരു ചേട്ടനാണ്. അപ്പോൾ ആ ചേട്ടൻ ഒരു ദിവസം കണ്ട് ഒത്തിരി വർത്തമാനം പറയാം. ചേച്ചിനെ അവിടെ കെട്ടിച്ചതെന്ന് എനിക്ക് നേരത്തെ ഒന്നും അറിയില്ല, അവിടുത്തെ പെരുന്നാളിനാണ് നമ്മൾ കാണുന്നത് ചേച്ചിനെ അവിടെ വെച്ച്. അപ്പം
ചെരുപ്പിടത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു ചാച്ചൻ. ചെരുപ്പിടാത്ത കോടീശ്വരൻ ചാച്ചനെ വിളിച്ച. ചാച്ചന് ഇച്ചിരി സ്ഥലമൊക്കെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ചാച്ചൻ എപ്പോഴും ഇപ്പം ഈ പ്രായം ഇപ്പം ചാച്ചൻ പറഞ്ഞ് ഇഞ്ചി നടണ കാര്യം, മഞ്ഞൾ നടണ കാര്യം, പൈസയുടെ കണക്ക്, ചാച്ചൻ്റെ പഴയ ഫ്രണ്ട്സിനെ വിളിക്കുന്നു, അങ്ങനെ 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 ആയിട്ടൊക്കെ ചാച്ചൻ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും പറയും ചാച്ചന് ഇത്രയും ആരോഗ്യം വരാനുള്ള കാരണം അന്നൊക്കെ വളമൊന്നും ഇടുന്നില്ലല്ലോ, കെമിക്കലൊന്നും ഇല്ല മണ്ണിലേ. ഈ ചെരുപ്പൊക്കെ ഇടാതെ ഇങ്ങനെ നടന്ന് അതിൻ്റെ ഒരു ആരോഗ്യമാണെന്നൊക്കെ ആളുകൾ പറഞ്ഞും കേട്ടിട്ടുണ്ട് കേട്ടോ. ചാച്ചൻ ചെരുപ്പിടത്തില്ല, ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇന്നലെ ആണെങ്കിലും ചാച്ചന് വെള്ളമൊക്കെ നമ്മൾ സ്പൂണിൽ ഇങ്ങനെ കൊടുക്കുമ്പോൾ വെള്ളം കുടിച്ചിട്ട് ചാച്ചൻ ആ ശീലം ഇങ്ങനെ താടിയൊക്കെ മിനുക്കും. ചാച്ചന് നല്ല താടി ഉണ്ടായിരുന്നു, താടി അതുപോലെ നല്ല കൊമ്പ മീശയൊക്കെ ആയിരുന്നു ചാച്ചന് പണ്ട്. അപ്പം ആ താടി ഇങ്ങനെ ഇരുന്ന് മിനുക്കും. അപ്പം അനിയത്തിയുടെ അവർക്ക് പറയാം ചാച്ചന് ഇപ്പോഴാണ് അതിന് താടിയൊന്നും മിനുക്കാനായിട്ട് മറന്നിട്ടില്ല എന്ന്. അങ്ങനെ അപ്പം ഇപ്പം ഇനിയിപ്പോൾ ചേട്ടൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോകും. ചേട്ടൻ്റെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പോയേക്കുന്നത്. അപ്പം അവർ നാട്ടിലില്ല, മോൻ മാത്രം വന്നിട്ടുള്ളൂ. അപ്പോൾ കൊച്ചിനെ കൊണ്ട് പോയേക്കും. അപ്പം ചേട്ടൻ വന്നു കഴിയുമ്പം നമ്മൾ തറവാട്ടിലേക്ക് പോകും. ചാച്ചൻ്റെ അടുത്ത് എന്താണേലും 2 മാസം ലീവ് എടുത്തിട്ട് ആ ലീവിൻ്റെ ഇടയ്ക്ക് ഒരു ചാച്ചൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു അസുഖം വരാനും ചാച്ചൻ്റെ അടുത്ത് ഇരിക്കാനൊക്കെ പറ്റുന്നത് വളരെ നല്ല കാര്യമാണ്. അവരുടെ അടുത്തൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ കിട്ടുക എന്നുള്ളതൊക്കെ. കാരണം നമ്മൾ ചെല്ലുന്നതൊക്കെ ചാച്ചൻ അറിയുന്നുണ്ട്. ചാച്ചൻ്റെ കയ്യിലിങ്ങനെ മുറുക്ക് പിടിക്കുമ്പോൾ ചാച്ചനൊരു ധൈര്യം കിട്ടുന്നുണ്ട്. അതൊക്കെ അങ്ങനെ നമ്മളോട് ഇങ്ങോട്ട് സ്നേഹം കാണിക്കുമ്പോൾ നമ്മളതിൻ്റെ ഇരട്ടി കൊടുക്കണം അല്ലേ. അവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സ്നേഹിക്കാനൊന്നും ആരും ഇല്ലല്ലോ. അപ്പം അതാണ് ഞാൻ വീഡിയോ ഇടാനായിട്ട് 2 ദിവസമായിട്ട് വീഡിയോ ഒന്നും ഇടാത്തത്. ഇനി എപ്പോൾ വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇവൻ നല്ല സുഖമായിട്ട് അവിടെ പോയി കിടന്നുറങ്ങി. ഇവൻ ആൻറ്റിയുടെ വീട്ടിലൊക്കെ പോയി കറങ്ങിയിട്ടൊക്കെ വന്ന് തിരിച്ചു വന്ന വഴിക്ക് ഇവൻ ഉറങ്ങി. അത് കലൂരെത്തിയപ്പോഴാട്ടോ ഇറങ്ങിയ എപ്പോഴും അത് പറഞ്ഞു. ഇത്രയും പ്രായമായിട്ട് ചെറുക്കൻ വണ്ടി വരാ. അവൻ ആ കൊച്ചിനൊരു കൂട്ടരാണ് ഇവനെ കൊണ്ടുപോയത്. വണ്ടി ഓടിച്ചോണ്ട് വരുമ്പോ തിരിച്ചു വരുമ്പോ ആളില്ല. നീ ഇരുന്ന് ഉറക്കം തൂങ്ങണ കണ്ടപ്പോഴായിരിക്കും ഉണ്ണി പറഞ്ഞേ. ഐസ്ക്രീം വാങ്ങിച്ചു തന്നു. വീട്ടിൽ ചിക്കൻ ബിരിയാണി വന്നു. ആ വീട്ടിലെ കൊച്ചിനെ കുറേശ്ശെ അതൊക്കെ കോഴി പൂച്ചനൊക്കെ കാണിച്ചു. ഇന്നലെ കൊച്ചു വന്നപ്പോ നീ പോയി മിണ്ടിയാ? ഇന്നലെ 2 പേരും കൂടെ ഒരു കട്ടിലല്ല കടന്നേ, മട്ടം അല്ലേ? ആ കൊച്ചൊക്കെ രാവിലെ എഴുന്നേറ്റ് പോകാൻ നേരത്ത് പറഞ്ഞു. അവൻ എഴുന്നേക്കുമ്പോ ഒന്ന് പറഞ്ഞേരെ പോയിന്ന്. അവിടുത്തെ ആന്റിയും പറഞ്ഞു അവൻ വഴിക്കുമ്പോ പറഞ്ഞേരെ ഞങ്ങൾ പോയിന്ന് പറഞ്ഞു. ആ നമ്മളിപ്പോ തന്നെ പപ്പ വന്നപ്പോ പോവും. എന്നിട്ട് അപ്പോഴാ തന്നെ അതറിയാൻ പറ്റില്ല. ചാച്ചന്റെ കണ്ടീഷനൊക്കെ നോക്കി വരാൻ പറ്റുള്ളൂ. പരമാവധി അവിടെ ചാച്ചന്റെ അടുത്ത് ഇരിക്കുക. തീർന്നോ? അത് ചീര വച്ചേക്കുന്ന. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം വിശേഷമൊക്കെ ആയിട്ട് നമ്മൾ വരാട്ടോ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം ബൈ.